യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവിടെ സ്റ്റോപ്പ് ചെയ്തേ. ഒന്ന് സൂം ചെയ്തേ. ഇയാളെന്ന് വന്ന് കൊറിയർ അയക്കാൻ തന്നു പോകുന്ന മുഴുവൻ വീഡിയോ കിട്ടുമോ? സാറിന് കോപ്പി വേണോ? വേണമായിരുന്നു. തരാം. ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ശരി, നമ്പർ പറഞ്ഞു സാർ. 98-474. ഇത് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അജുവേട്ടാ, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞേ. എടോ, താൻ ശരിക്കും ഒരു പൊട്ടിയാണല്ലോ ഓർത്ത് ചിരിച്ചു പോയതാ. എന്റെ അജുവേട്ടാ അങ്ങനല്ല. എടോ, താൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ലേ അച്ഛമ്മയെ കാണുന്നത്. ഞാനേ ജനിച്ച അന്ന് മുതൽ കാണുന്നതാ. അച്ഛമ്മ തന്നോട് അങ്ങനെ ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഓ പിന്നെ, നിങ്ങൾ വക്കീലന്മാരെല്ലാം ആ കണ്ണിലൂടെയല്ലേ കാണാൻ ശ്രമിക്കൂ. ഓഹോ, അച്ഛമ്മ ഒന്ന് സ്നേഹം കാണിച്ചപ്പോഴേക്കും താൻ എനിക്ക് എതിർകക്ഷിയായോ? അതല്ല അജുവേട്ടാ, ഞാൻ പറഞ്ഞത് കാര്യായിട്ടാ. അജുവേട്ടാ അത് വിശ്വസിക്കാത്ത. ഞാൻ എന്താ വിശ്വസിക്കണ്ടേ? അച്ഛമ്മ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നോ? എന്താ അങ്ങനെ വിശ്വസിച്ചാല്? ഒരു കുഴപ്പമില്ല. പക്ഷേ അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ മുൻ എക്സ്പീരിയൻസുകൾ സമ്മതിക്കാത്തത് കൊണ്ടാ. ഇതങ്ങനല്ല. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അറിയാതെ വരുന്ന സ്നേഹവും വെറുതെ കാണിക്കുന്ന സ്നേഹവും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ശരിക്കും? ചുമ്മാ കളിയാക്കാതെ. ശരി, സമ്മതിച്ചു. അച്ഛമ്മ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ എന്തിന്? താൻ അരുണിമാന്റെയും നന്ദനങ്ങളുടെയും മകളാണെന്ന് അച്ഛമ്മ മനസ്സിലാക്കിയോ? അങ്ങനെയുള്ള സൂചനകളൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? അതാ ഞാൻ ചോദിക്കുന്നേ. പ്രിയ വന്നപ്പോ അവളെ മുറിയിൽ നിന്ന് പറഞ്ഞയച്ചു ചേട്ടാ. അതിനുശേഷം അവളെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു, സ്നേഹസദനത്തിൽ അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അതാ പറഞ്ഞേ, അച്ഛമ്മ എന്തോ ഉള്ളിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം തന്നോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല. ഏതായാലും എനിക്കതൊരു വലിയ കാര്യമായിട്ടാ തോന്നിയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛമ്മ ചിലപ്പോ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നെങ്കിലോ? എന്നുവെച്ചാ? ഇന്ന് രാവിലെ അച്ഛമ്മ ഇങ്ങോട്ട് പോയിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇനി അഥവാ അച്ഛമ്മ പോയത് അമ്മയെ കാണാനാണെങ്കിലോ? അവിടെ വെച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിലാണ് ഈ മാറ്റമെങ്കിലോ? അല്ല, എങ്കിലും അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഒളിച്ചു വെച്ച് പെരുമാറേണ്ട കാര്യമുണ്ടോ? കോടതിയുടെയും വീട്ടുകാരുടെ മുന്നില് തെളിവും പിടിച്ച് നിൽക്കല്ലേ പ്രിയ. അതുകൊണ്ട് അമ്മ പുറത്തു വരുന്നവരെ നമ്മൾ കാത്തിരിക്കുന്ന പോലെ അച്ഛമ്മയും കാത്തിരിക്കുകയാണെങ്കിലോ? ഞാൻ ശരിക്കും അച്ഛമ്മയുടെ പേരക്കുട്ടിയാണെന്ന് എനിക്കറിയില്ലെന്നായിരിക്കും അച്ഛമ്മ ഇപ്പോഴും കരുതുന്നുണ്ടാവുക. അത് പെട്ടെന്ന് എന്നോട് പറഞ്ഞാ ഉണ്ടാവാൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണെങ്കിലോ? പറയാൻ പറ്റില്ല. അച്ഛമ്മയുടെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമ്മളത് മറച്ചു വെക്കുന്നത് ശരിയാണോ ചേട്ടാ? അവരോടും കൂടി നമുക്കത് പറഞ്ഞൂടെ? പറയാം, സമയമായി വരുന്നു. ഇനി ഒളിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ? അതെ, അത് ചതിയാ, പറയാതിരിക്കാൻ പാടില്ലാത്തതാ. പക്ഷേ കൊടും ക്രിമിനലിന്റെ മനസ്സുള്ള ഒരുത്തുകൂടി താമസിക്കുന്ന വീടാ ഇത്. അവളിലേക്ക് എത്താതെ നമ്മളിത് കുറച്ച് നാളുകൂടെ സൂക്ഷിച്ചേ പറ്റൂ. പറയാടോ, ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് പറയാം.
അർജുൻ കോടതിയിൽ ഹാജരാക്കിയ കൊറിയറിന്റെ പിന്നാലെ പോയാൽ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അന്നത് അർജുന്റെ വീട്ടിലേക്ക് അയച്ചത് തന്റെ ഫ്രം അഡ്രസ്സിൽ നിന്നാണെങ്കിലും അതിന്റെ പിന്നിൽ ശങ്കറാണെന്ന് നമ്മൾ സംശയിച്ചില്ലല്ലോ എന്നെന്താ? അതിനുള്ള അവസരം അവൻ ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. അതിപ്പോ ആ കടയിൽ CCTV ഉണ്ടായിരുന്നുകൊണ്ടും അവർ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യായിരുന്നുകൊണ്ടും നമുക്ക് കിട്ടിയെന്നല്ലേ ഉള്ളൂ. ഇനി എന്താ തന്റെ പ്ലാൻ? ശങ്കറിനെ ഇനിയും വിശ്വസിച്ച് കൂടെ നിർത്താനാണോ? ഏയ്, ഒരിക്കലുമില്ല. പക്ഷേ അവനെ ഇത് വെച്ച് പൊളിച്ചടക്കുന്നതിന് മുമ്പ് അവൻ മുഖേന നമുക്ക് കുറച്ച് കാര്യം കൂടെ അറിയണോ അൻസാറേ? ഈ കൊറിയർ അവൻ അർജുന്റെ വീട്ടിലേക്ക് അയച്ചത് പൂജയെ കൊടുക്കാനാ. പൂജയും അവനുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു നീക്കത്തിന് എന്റെ പിന്തുണ കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് ആ സമയത്ത് തന്നെ അടിക വക്കീലുമായിട്ട് അവൻ എന്റെ അടുക്കൽ വരികയും അനുവിനെ കണ്ടെത്താനുള്ള വഴിയാണിതെന്ന് എന്നെ ധരിപ്പിക്കുകയും ചെയ്തു. അതെ, താൻ എന്നത് വിശ്വസിച്ചായിരുന്നു തെറ്റ്. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം പൂജയെ ജയിലിലേക്ക് എടുത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. പക്ഷേ പൂജയോട് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നേണ്ട കാര്യം ശങ്കറിനില്ല. മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ശങ്കറിന് അത് ചെയ്യാമല്ലോ. തീർച്ചയായും. പക്ഷേ അതാരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ദിവസങ്ങളിലെല്ലാം എന്നെ അറിയിക്കാതെ അവൻ അനുവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോ പ്രിയയ്ക്ക് വേണ്ടിയായിരിക്കുമോ ശങ്കർ ചെയ്തിരിക്കുക? കറക്റ്റ്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സ്വാഭാവികത വരുത്തുവാനായിട്ട് അനുവിന്റെ ഡ്രസ്സിന് മുകളിൽ അവൻ ചോരപ്പാട് വരുത്തി. എന്നാൽ ആ കവറിലുള്ള ചോരയുടെ ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ അർജുൻ DNA ടെസ്റ്റിന് ഉപയോഗിച്ച അനുവിന്റെ രക്തഗ്രൂപ്പ് അല്ല അതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. ചിലപ്പോ പൂജയെ അപായപ്പെടുത്താനുള്ള തിരക്കത്തിൽ മറ്റാരുടെയെങ്കിലും ചോര അതിൽ വീഴ്ത്തിയതാണെങ്കിൽ ആയിരിക്കാം. പക്ഷേ മറിച്ചും ആവല്ലോ. കോടതിയിൽ അർജുൻ തെളിയിച്ച രക്തഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ അനുവിന്റെ ഗ്രൂപ്പെങ്കിലോ? അതുകൊണ്ട് DNA ഫലം മാറണമെന്നില്ലല്ലോ. ഇല്ല. പക്ഷേ അതിനുപയോഗിച്ച ബ്ലഡ് സാമ്പിളിന്റെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കേണ്ട ഇതും. അതല്ല എന്നതിനർത്ഥം അനുവിന്റേതെന്ന് വരുത്തി തീർത്ത് പൂജയെ കോർണർ ചെയ്യാൻ നോക്കുക എന്നല്ലേ? ഇനി ശങ്കറാണ് പൂജയെ വകവരുത്താൻ ഇതൊക്കെ പ്ലാൻ ചെയ്തെന്ന് വെക്കാം. അതിന്റെ മോട്ടീവ് എന്താണ്? അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെങ്കിൽ? കറക്റ്റ്. താനന്ന് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്സിലെല്ലാം ശങ്കറിന് റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഓണക്കാലത്ത് അരുണിമയെ 2 പ്രാവശ്യം അപായപ്പെടുത്താൻ ശ്രമം ഉണ്ടായത് ഓർമ്മിക്കുന്നില്ലേ താൻ? അരുണിമയാണെങ്കിൽ അവളുടെ മകൾ പൂജയാണെന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നു. താൻ പറഞ്ഞു വരുന്നത്? അതെ സാറേ. സത്യത്തിൽ എന്റെയും അരുണിമയുടെയും മോള് പൂജ തന്നെ ആയിരിക്കോ? അവളെ അരുണിമയെ ഇല്ലാതാക്കാൻ ശങ്കർ ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കോ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ നേരെ നടന്ന ആക്സിഡന്റ്? അതെ സാറേ. ഇപ്പൊ കാര്യങ്ങൾ കുറെ കൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. എടോ, അപ്പൊ പ്രിയ എന്ന കുട്ടി? അതെ, എന്റേതാണെന്നുള്ള പേരിൽ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശങ്കറിന്റെ കൂടെ എനിക്കെതിരെ നിൽക്കുന്ന ഒരുവളെ തന്നെയാണ് സാറേ. എങ്കിൽ അവരെ വെറുതെ വിടരുതെന്താ? ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെങ്കിൽ ഇതിന്റെ കൂടെയുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതെ, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരുടെ മുമ്പിലും ഒന്നും അറിഞ്ഞതായിട്ട് നടിക്കുന്നില്ല. ആദ്യം ശങ്കറിനെ എനിക്ക് കാണണം. അവന്റെ വായിൽ നിന്ന് കേൾക്കണം എനിക്ക് അസത്യം. അയാൾ സത്യം പറയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത് പറയിക്കും ഞാൻ. അതിനേക്കാൾ നല്ലൊരു വഴിയുണ്ട്. ഏതായാലും ശങ്കറിന് ഇത് ഒറ്റയ്ക്കും ചെയ്യാൻ കഴിയില്ല. ശങ്കറിനെ പിടിക്കുന്ന കൂടെ നമുക്ക് ആ ഗ്രൂപ്പിനെ അടക്കം പൊക്കാൻ കഴിഞ്ഞാൽ അതല്ലേ കൂടുതൽ നല്ലത്. ശങ്കറിന്റെ തനിനിറം തനിക്ക് മനസ്സിലായെന്ന രീതിയിൽ ഒന്ന് പെരുമാറി നോക്ക്. ഉപ്പ് രുചിച്ച കുരങ്ങൻ വെള്ളം തേടി പായുന്ന പോലെ ശങ്കറിന്റെ പിന്നിൽ ആരാണോ ഉള്ളത് അയാളെ ശങ്കർ തേടി ചെല്ലും.